ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് മെയ് 18 വരെ തുടരുന്ന ഒരു ചോദ്യമായിരിക്കും. ഇപ്പോൾ നല്ല രൂപത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിയുന്നുണ്ട്. മുഴുവൻ സമയവും നല്ല രീതിയിൽ നെയ്മർ കളിക്കുന്നുണ്ട്. മാത്രമല്ല, കാർലോ ആഞ്ചലോട്ടിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ ചില പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതെല്ലാം നെയ്മർ ആരാധകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും ബ്രസീലിന്റെ പ്രസിഡന്റായ ലുല ഇപ്പോൾ നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയോട് നെയ്മറെ കുറിച്ച് താൻ സംസാരിച്ചിരുന്നു എന്നാണ് ലുല പറഞ്ഞിട്ടുള്ളത്. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെ കണ്ട് നെയ്മർ പഠിക്കണം, അവരുടെ ആ ഒരു പ്രൊഫഷണലിസം കണ്ട് നെയ്മർ പഠിക്കണമെന്നും ബ്രസീലിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് കാർലോ ആഞ്ചലോട്ടിയോട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, വേൾഡ് കപ്പിന് നെയ്മറെ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന്. ഞാൻ ആഞ്ചലോട്ടിയോട് പറഞ്ഞു, നെയ്മർക്ക് നല്ല ടാലന്റ് ഉണ്ട്, പക്ഷെ അദ്ദേഹം ഫിസിക്കലി തയ്യാറായാൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അതാണ് ഞാൻ ആഞ്ചലോട്ടിയോട് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞത്. ആദ്യം നെയ്മർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയണം. നെയ്മർക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ഒരു പ്രൊഫഷണൽ ആവണം. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി എന്നിവരൊക്കെ പക്ക പ്രൊഫഷണലുകളാണ്. നെയ്മർ അവരെ കണ്ട് പഠിക്കണം. നെയ്മർ പേരിന് വേണ്ടി കളിക്കാൻ പാടില്ല, മറിച്ച് ഫുട്ബോളിന് വേണ്ടി കളിക്കണം. ഇതാണ് ബ്രസീൽ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായ ലുല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ കൂടുതൽ പ്രൊഫഷണലിസം കാണിക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഉഴപ്പുകളൊക്കെ മാറ്റിവെച്ച് നല്ല രൂപത്തിൽ പ്രൊഫഷണൽ ആയിക്കൊണ്ട് കളിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി നിലവിൽ കുടുംബസമേതം കാനഡയിലാണ് ഉള്ളത്. കാനഡയിൽ നിന്നും അധികം വൈകാതെ ബ്രസീലിലേക്ക് മടങ്ങിയെത്തും. അതിനുശേഷം സാന്റോസിന്റെ മത്സരങ്ങൾ അഥവാ നെയ്മറുടെ മത്സരങ്ങൾ വീക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.